മോട്ടോർ വാഹന നികുതി കുടിശ്ശിക തീർപ്പാക്കുന്നതിനുള്ള വൺ ടൈം സെറ്റിൽമെന്റ് പദ്ധതിയിൽ ഗതാഗത മന്ത്രിയോട് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺട്രാക്ട് കാരേജ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. പദ്ധതിയുടെ ആനുകൂല്യം 2022 ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ കുടിശ്ശികയുള്ള വാഹനങ്ങൾക്ക് കൂടി ലഭ്യമാക്കണം എന്നാണ് പ്രധാന ആവശ്യം. 2020 മാർച്ച് 31 വരെ കുടിശ്ശികയുള്ള വാഹനങ്ങൾക്കായിരുന്നു നിലവിൽ ആനുകൂല്യം ലഭിച്ചിരുന്നത്. നിലവിലെ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുത്ത് ജപ്തി നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കണമെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജീവ് ഗരുഡ ആവശ്യപ്പെട്ടു. ഷബാസ് അഹമ്മദ് നൽകും വിശദാംശങ്ങൾ. ഷബാസ്, ഇതിൽ ഇപ്പോൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ഗതാഗത മന്ത്രി ഇതിൽ എന്തെങ്കിലും പ്രതികരണം വരുത്തിയിട്ടുണ്ടോ? ഈ ആവശ്യങ്ങളിൽ ഇവരെ ചർച്ചയ്ക്കോ മറ്റോ വിളിച്ച് എന്തെങ്കിലും തീരുമാനത്തിലേക്ക് എത്തുക എന്നത് എങ്ങനെയാണ് ഷബാസ്? കീർത്തന, കോൺട്രാക്ട് കാരേജ് വാഹന മേഖലയുടെ നിലനിൽപ്പ് തന്നെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ കോൺട്രാക്ട് കാരേജ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെടുന്നത്. 2016 മുതൽ ഈ വാഹനങ്ങളുടെ നികുതി കുടിശ്ശിക അടയ്ക്കാനായി സർക്കാർ നടപ്പിലാക്കിയ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി, അതിന്റെ കാലാവധി, അതിന്റെ ആനുകൂല്യം കൂടുതൽ സമയത്തേക്ക് നീട്ടണമെന്നൊരു പ്രധാന ആവശ്യമാണ് ഈ കോൺട്രാക്ട് കാരേജ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മുന്നോട്ട് വെക്കുന്നത്. 2020 മാർച്ച് വരെയാണ് നിലവിൽ അതിന്റെ ആനുകൂല്യമുള്ളത്. അത് 2022 ഡിസംബർ വരെ നീട്ടണമെന്നൊരു പ്രധാനപ്പെട്ട ആവശ്യമാണ് ഇവർക്കുള്ളത്. 2019 മുതൽ നമുക്കറിയാം വലിയ കോവിഡിന്റെ പ്രതിസന്ധി വലിയ രീതിയിൽ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഈ വാഹനങ്ങൾ നിരത്തിലിറക്കാൻ കഴിയാതെ വലിയ ബുദ്ധിമുട്ടിലായിരുന്നു ഉടമകൾ ഉണ്ടായിരുന്നത്. പല വാഹനങ്ങളും തുരുമ്പെടുത്ത് പോവുകയടക്കം ചെയ്തിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കോവിഡ് കാലാവധി കഴിയുന്ന 2 വർഷം കൂടി ഈ ആനുകൂല്യം ലഭിക്കണമെന്നൊരു പ്രധാനപ്പെട്ട ആവശ്യം ഇവർ മുന്നോട്ട് വെക്കുന്നത്. മറ്റൊരു ആവശ്യം, ഈ സർക്കാർ ജപ്തി നടപടികളുമായി അതിവേഗം മുന്നോട്ട് പോവുകയാണ്. ഇതിൽ നിന്ന് താൽക്കാലികമായെങ്കിലും പിന്മാറണം, അതൊരു ആശ്വാസമായിരിക്കും വാഹന ഉടമകൾക്ക് എന്നൊരു പ്രധാനപ്പെട്ട നിർദ്ദേശവും സർക്കാരിന് മുന്നിൽ കോൺട്രാക്ട് കാരേജ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ വാഹന മേഖലയുടെ നിലനിൽപ്പിനെ തന്നെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. ഈ കാര്യങ്ങൾ സർക്കാർ അനുഭാവപൂർവ്വം നിലപാടെടുക്കണം. ഇക്കാര്യത്തിൽ വാഹന ഉടമകളെ സഹായിക്കണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ കോൺട്രാക്ട് കാരേജ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മുന്നോട്ട് വെക്കുന്നത്. കീർത്തന, ശരി. ഷബാസ് അഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്.